ആവലാതിക്കാരന്റെ പരാതിയിലോ മൊഴിയിലോ പേരില്ലാതിരുന്നിട്ടും ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയും മുൻ കേന്ദ്രമന്ത്രി ഒ. രാജഗോപാലും അടക്കം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടതിൽ വിശദീകരണം നൽകാനാകാതെ പോലീസ്. മാവേലിക്കര ചെറുകോൽ സ്വദേശിയായ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ 2019 ജനുവരി 3-ന് ആക്രമിച്ചതായാണ് പരാതി. എന്നാൽ സംഭവത്തിന് ഒരു വർഷം മുൻപ് പരാതി ലഭിച്ചെന്ന് രേഖപ്പെടുത്തിയ എഫ്ഐആറിൽ തന്നെ കേസ് കെട്ടിച്ചമച്ചതെന്ന് വ്യക്തമാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭവുമായി ബന്ധപ്പെടുത്തിയാണ് മാന്നാർ പോലീസ് കേസെടുത്തത്. സംഭവസ്ഥലത്ത് താൻ ഇല്ലായിരുന്നുവെന്ന് പി.എസ്. ശ്രീധരൻപിള്ള പ്രതികരിച്ചിരുന്നു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ വീണ്ടും ചേരുന്നു. സുധീഷ്, ഇന്നലെ തന്നെ ഇത് വിലയിരുത്തലുകളൊക്കെ വരുമ്പോഴും ഇതൊരു കള്ളക്കേസാണെന്നും കുറ്റപത്രമല്ല കള്ളപത്രമാണ്, നുണപത്രമാണെന്നുമൊക്കെ ഹൈന്ദവ സംഘടനകളും BJPയും ഒക്കെ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമാകുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ് കൃഷ്ണ. കാരണം ഈ പരാതിക്കാരൻ ഒരിടത്തും അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ളയുടെയോ അല്ലെങ്കിൽ മുൻ കേന്ദ്രമന്ത്രിയായ ഒ. രാജഗോപാലിന്റെയോ പേര് പരാമർശിച്ചിട്ടില്ല. ഇതിൽ എഫ്ഐആർ ഇടുമ്പോൾ കണ്ടാൽ അറിയാവുന്നവർ എന്നതായിരുന്നു പ്രതികളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത്. ആ ഒരു കേസാണ് കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ 8ാം പ്രതിയായി ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള, അതോടൊപ്പം തന്നെ ഒ. രാജഗോപാൽ അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായ ഒരു കേസാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, ഒ. രാജഗോപാലോ പി.എസ്. ശ്രീധരൻപിള്ളയോ ഇത്തരത്തിൽ വടിവാളും മറ്റ് മാരകായുധങ്ങളുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ആക്രമിക്കാൻ മാവേലിക്കര ചെറുകോൽ ഭാഗത്തേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല. അതിലുപരിയായി ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്, സജീവ പ്രവർത്തകനാണെന്ന് പറയുന്നത്. ആ സജീവ പ്രവർത്തകനെ ഒ. രാജഗോപാലിനാണ് സജീവ പ്രവർത്തകനാണെന്ന് പറയുന്നുണ്ട്. ആ സജീവ പ്രവർത്തകന് ഒ. രാജഗോപാലിനെയും പി.എസ്. ശ്രീധരൻപിള്ളയും പോലുള്ളവരെ കണ്ടാൽ അറിയില്ല എന്നതും വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഇതിനോട് ചേർത്ത് പറയാവുന്നത്, ഈ എഫ്ഐആർ ഇടുമ്പോൾ 22/2019 എന്നതാണ് എഫ്ഐആർ നമ്പർ, കേസ് നമ്പർ. എന്നാൽ അതുപോലും തെറ്റിച്ചാണ് ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2019 ജനുവരി 3-ന് നടന്ന സംഭവമെന്ന് പറയുമ്പോൾ അതിന് പരാതി നൽകിയിരിക്കുന്നത് ഒരു വർഷം മുമ്പാണെന്നുള്ള രീതിയിലാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയ്ക്കും ശ്രദ്ധയില്ലാതെയും കൃത്യവിലോപത്തോടെയുമാണ് ഈ കേസിൻ്റെ പ്രാഥമിക നടപടികൾ പോലും പോലീസ് സ്വീകരിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാന്നാർ പോലീസാണ് ഇത്തരത്തിൽ 2019 ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് അതിൽ BJP നേതാക്കളൊക്കെ തന്നെ പ്രതിപട്ടികയിലേക്ക് വരുന്നത്. പിന്നീട് ഇപ്പോൾ അതിൻ്റെ വിചാരണ നടപടിയിലേക്കും കിടക്കുന്നത്. ഇതിലൊക്കെ എടുത്തു പറയേണ്ടത്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാന്നാത്ത് നടന്ന ഒരു പ്രതിഷേധത്തിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നതാണ് പറയുന്നത്. എന്നാൽ അത്തരം കേസുകളെല്ലാം തന്നെ ഒഴിവാക്കി എന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കേസിൻ്റെ വിചാരണ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. അതും തീർത്തും രാഷ്ട്രീയ പ്രേരിതമായി കള്ളക്കേസ് ചമച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ CPM പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. CPM തീരുമാനങ്ങൾ, പാർട്ടി തീരുമാനങ്ങളാണ് പോലീസ് നടപ്പാക്കുന്നത് എന്ന അനുമാനത്തിലേക്കാണ് ഈ കേസും എത്തിച്ചേരുന്നത്. കൃഷ്ണരാജ്. സുധീഷ്, അതായത് ഈ മോഷണം നടത്തി, വടിവാളെടുത്തു, ആക്രമിച്ചു, മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന കേസുകളാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് നേരെ വരുന്നത്. പ്രഥമ ദൃഷ്ട്യാ കള്ളമാണെന്ന് ബോധ്യമാകുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ ഇനിയും പോലീസ് പോകുന്നത് എന്തിനാണ്? പിന്നിൽ എന്താണ്? കൃഷ്ണ, അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ ഈ സമൻസ് അയക്കുന്ന സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ശബരിമലയിലെ വിശ്വാസങ്ങളെയൊക്കെ ഹനിക്കുന്ന രീതിയിൽ പ്രസംഗം നടത്തിയ സ്വരാജാണ് അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ വർഗീയമായി പറയുമ്പോൾ, ഇല്ലെങ്കിൽ സാമുദായികമായി പറയുമ്പോൾ അവിടുത്തെ വോട്ട് ബാങ്കിൻ്റെ ഒരു ശതമാനവും മറ്റു കണക്കുകളും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ശബരിമലയെ അധിക്ഷേപിച്ചതടക്കമുള്ള വിഷയങ്ങൾ സ്വരാജിനെ ആ ഒരു രീതിയിൽ അവിടെ എത്തിക്കുക, അത് ന്യൂനപക്ഷ വോട്ടുകൾ ആക്കി മാറ്റാൻ കഴിയുമോ എന്ന ഒരു ചിന്ത കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു കേസിൻ്റെ വീണ്ടും കുത്തിപ്പൊക്കുന്ന ഒരു സമയം, അതിൽ BJPയുടെ ഉന്നത നേതാക്കൾ പ്രതിപട്ടികയിലേക്ക് വരുന്നു, അവർക്ക് സമൻസ് അയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ രീതിയിലെല്ലാം അത്തരം ഹൈന്ദവ വിരുദ്ധ പ്രവണതകൾ, അത് CPMലെ ചില നേതാക്കൾക്കുള്ള പ്രവണതകളെ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നതും. കൃഷ്ണരാജ്. ആവലാതിക്കാരൻ്റെ പരാതിയിലോ മൊഴിയിലോ പേരില്ലാതിരുന്നിട്ടും പി.എസ്. ശ്രീധരൻപിള്ളയും ഒ. രാജഗോപാലും അടക്കം പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു. വിശദീകരണം നൽകാനാവാതെ കുഴയുന്നു
പോലീസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.